വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യുവക്കളെ, കുട്ടികളെ, കുഞ്ഞുമക്കളെ, ഒരു ദേശത്ത്, ഒരു അക്രൈസ്തവ രാജ്യത്ത് ഒരു വചനം പ്രസംഗിക്കുന്ന ഒരു പുരോഹിതനെ പിടിച്ച് പട്ടാളക്കാർ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നു. രാജാവ് ഒരു വിജാതീയനായ ഒരു മനുഷ്യനാണ്. രാജാവ് ഈ പുരോഹിതനോട് ചോദിച്ചു, നിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു. ഒരു പുരോഹിതനോട് ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഉത്തരം അനുസരിച്ചായിരിക്കും അവന് ശിക്ഷ കിട്ടുന്നത്. അവൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ജോലി ഇതാണ് രാജാവേ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ദൈവത്തെ ഭൂമിയിലേക്ക് ഇറക്കുന്ന ജോലിയാണ് എൻ്റെ, മറ്റൊരു ജോലിയും ഞാൻ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. രാജാവിന് വലിയ സന്തോഷമായി. ഇന്നേ വരെ ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ആരെ വിളിച്ചാലും പരാതികളും പരിഭവവും പറഞ്ഞു. രാജാവിനോട് ഇവൻ പറഞ്ഞ ഉത്തരം ഇതാ, എൻ്റെ ജോലി ഇതാണ്, ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തെ ഈ ഭൂമിയിലേക്ക് ഇറക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്ന ജോലി. രാജാവ് തൻ്റെ കൂടെയുള്ളവരോട് ചോദിച്ചു, ഈ ജോലിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ദൈവത്തെ പ്രാർത്ഥിച്ച് ഭൂമിയിൽ ഇറക്കുന്ന ജോലിയാണ് ആ പുരോഹിതൻ ചെയ്യുന്നെങ്കിൽ ആ പുരോഹിതൻ ആ ജോലി ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് രാജാവ് ആ പുരോഹിതനെ കൈവിലങ്ങൾ അഴിച്ച് അവനെ ഫ്രീ ആയിട്ട് വിട്ടു. ഹല്ലേലൂയ. ശാലോം ടൈംസിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു 3-4 വർഷം മുമ്പ് ഒരു പുരോഹിതൻ്റെ ജീവചരിത്രം വിവരിക്കുന്ന ഇതിൽ പറയുന്ന ഒരു സംഭവമാണിത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഞാനും നിങ്ങളും പുരോഹിതരാണ്. ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചവരും മാമോദീസയിലൂടെ യേശുക്രിസ്തുവിൻ്റെ മൗദീയ ശരീരത്തിൽ അംഗങ്ങളായവരാണ്. നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥിച്ച് ദൈവത്തെ ഭൂമിയിലേക്ക് ഇറക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരെയും ജോലി. അത് നമ്മൾ എപ്പോൾ പരാജയപ്പെടുന്നു അപ്പോൾ നമ്മൾ കഠിനമായി ശിക്ഷിക്കുകയും കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യമാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അക്രൈസ്തവ സഹോദരങ്ങൾ ക്രിസ്തുവിനെ അറിയില്ല. അക്രൈസ്തവ സഹോദരങ്ങൾ ഒരുപക്ഷെ ബൈബിൾ കണ്ടിട്ടുണ്ടാവില്ല, ബൈബിൾ വായിച്ചിട്ടുണ്ടാവില്ല. വായിച്ചവരും പഠിച്ചവരും ക്രിസ്തുവിനെ സ്വന്തമാക്കിയവരും ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കും? ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ പറഞ്ഞത്, പ്രസംഗത്തിൽ നിന്നാണ്, കേൾവിയിൽ നിന്നാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. കേൾവിയിൽ നിന്നാണ്. ഇവിടെ വന്ന ഒരു വിജാതീയരായ കുടുംബത്തിൽപ്പെട്ട ഒരു ടീച്ചർ വന്നത് പ്രകാരമാണ്. കൊച്ചിന് എന്തോ ഒരു അസുഖം, കൊച്ചിന് വൈറസ് സംബന്ധമായ അസുഖം, അതുപോലെ തന്നെ ആരോഗ്യം സംസാരിക്കുന്ന ഒരു അസ്വസ്ഥത. ടീച്ചറെ തന്നെ ഒരേ ഒരു മോളുള്ളൂ, ഒരു കായിക ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ഞാൻ അവർ വന്ന സംഭവം വെച്ച് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ടീച്ചറോട് സംസാരിക്കാനാണ് പരിശുദ്ധ ആത്മാവ് എന്നോട് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ ടീച്ചറിനോട് കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ടീച്ചറെ, അപ്പോൾ അവരോട് ചോദിച്ചു അവരെന്ത് മേഖലയിലാണ് ഈ ജോലി ചെയ്യുന്നത്. അവർ പറഞ്ഞു ഇന്ന ജോലിയില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ഒരു മേഖല നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവരവരുടെ ആചാരങ്ങൾ അനുസരിച്ച് അവർ നാഗപൂജ ചെയ്യുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. അവിടെ വീട്ടിൽ അങ്ങനെയുള്ള അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. തലമുറകളായിട്ട് കുടുംബ ആ മേഖലയിൽ ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. ഞാൻ ആ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ, ഈ കൊച്ചിൻ്റെ രോഗം നിങ്ങളിവിടെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്, കാരണം നിങ്ങൾ യേശുവിനെ അറിയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, മൃഗങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, പക്ഷികളെ ആരാധിക്കുന്നവരുണ്ട്, മരത്തെ ആരാധിക്കുന്നവരുണ്ട്, ഹല്ലേലൂയ, കല്ലുകളെ ആരാധിക്കുന്നുണ്ട്. ആ ആരാധന രീതിയെല്ലാം തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ കടന്നു വന്നത്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവരിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതങ്ങ് അത്ര എളുപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോലും എൻ്റെ കുടുംബത്തിൻ്റെ ശ്രേയസ്കരമായ അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ ഒന്ന് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ അപ്പോൾ ചോദിച്ചു, ശരീരത്തിലൊരു രോഗമുണ്ട്, ആ രോഗം ഇന്ന സ്ഥലത്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. ആ സ്ഥലവും പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു യേശുവിൽ. അവർ പറഞ്ഞു വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? എൻ്റെ പുറത്തുണ്ടായ ആ മാരകമായ ആ വേദന കർത്താവ് എടുത്തു മാറ്റി.
ഹല്ലേലൂയ. കർത്താവ് എടുത്തു മാറ്റി. പറയല്ല, കണ്ണുകളിൽ നിന്നും കണ്ണുനീര് താഴോട്ട് ഒഴുകുകയാണ്. അപ്പോൾ ഒരു ടീച്ചർ മറ്റൊരു ടീച്ചറോട് ഈ കൊച്ചിൻ്റെ അവസ്ഥ പറഞ്ഞു. അപ്പോൾ അത് കൂട്ടുകാരി ടീച്ചർ ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൻ്റെ ഒരു ക്രൈസ്തവരുടെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അവിടെയുള്ള സിസ്റ്ററിനെ ഒന്ന് വന്ന് കണ്ടു. അപ്പോൾ സിസ്റ്റർ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിനുശേഷം സിസ്റ്റർ പറഞ്ഞു, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ആയതുകൊണ്ട് ഇവിടേക്ക് വരാൻ പറഞ്ഞു. ഒരു ദിവസം നമ്മൾ ശുശ്രൂഷയെ പങ്കെടുക്കാൻ പറഞ്ഞു. പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടു. കാരണം അവരൊരു ക്രൈസ്തവരാണ്. ഇതേവരെ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനാ രീതിയിലൊന്നും പോയിട്ടില്ല, അങ്ങനെയുള്ള ആചാരങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാല്ല, ശരീരത്തിൻ്റെ രോഗം മാറി. അതിനുശേഷം കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൊച്ച് ആ ശാരീരിക രോഗങ്ങൾ മാത്രമല്ല, മനസ്സിലുള്ള വിഭ്രാന്തിയും കർത്താവ് പൂർണ്ണമായിട്ട് ആ കൊച്ചിൽ നിന്ന് എടുത്തു മാറ്റി. ഒരു വലിയ സന്തോഷത്തോടെ തിരിച്ചു വാ. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആണിക്കല്ലെന്ന് യേശു ക്രിസ്തുവാണ്. അടിത്തറ യേശു ക്രിസ്തുവിനെ വിളിച്ച് താഴോട്ട് ഇറക്കി അവന് നമ്മൾ അനുഭവിക്കുക. ആ അനുഭവിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ മനോഹരമായ ഒരു വചനമുണ്ട്. ആ വചനം ഇതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:1-2 തിരുവചനം ഇപ്രകാരം: യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാണ്, എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം. ജീവാത്മാവിന്റെ നിയമം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിൽ നിന്നും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അല്ലേ? അപ്പൊ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അന്ധകാര ശക്തിയിൽ നിന്നും മനുഷ്യവർഗത്തെ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്: ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിച്ചു. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു. ദൈവം പിതാവായി ദൈവം യേശു ക്രിസ്തു മണ്ണിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവനെ ഉയർത്തി, അവനെ രക്ഷിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, യഹൂദന്മാര് യേശു രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി വലിയൊരു കല്ല് അവൻ്റെ കുഴിമാടത്തിൽ കയറ്റി വെച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, മഗ്ദലേന മറിയൊക്കെയും പോരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: കല്ലാരാ നമുക്ക് വേണ്ടി മാറ്റുന്നത്? ഹല്ലേലൂയ. സുഗന്ധ ദൈവം പൂശാൻ വേണ്ടി അവർ വരുമ്പോൾ അവരുടെ അടുത്ത ചോദ്യമുള്ളൂ, ഈ വലിയ കല്ല് ആർക്ക് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാറ്റാൻ പറ്റാത്ത വിധത്തിൽ അത്ര ഭാരമുള്ളൊരു കല്ലാണ് യേശു ക്രിസ്തുവിൻ്റെ കുഴിമാടത്തിൽ അവർ കയറ്റി വെച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം ഇറങ്ങി വന്ന് മനുഷ്യർക്ക് തീർക്കാൻ പറ്റാത്ത, മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റാത്ത, മനുഷ്യർക്ക് മാറ്റാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങും. ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി വരും, അല്ലെങ്കിൽ ദൈവം തന്നെ ഇറങ്ങി വരുമെന്ന് ആർക്കറിയില്ലായിരുന്നു. മഗ്ദലേന മറിയത്തിനും മേരികൾക്കും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അന്നവരങ്ങനെ സംഭവിച്ചിട്ടില്ല. അന്നേവരെ മരിച്ചവരാരും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ അവർ നോക്കുമ്പോൾ എന്താണ്? ആ കല്ലറ തുറക്കപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്ത്യോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6:14 പറഞ്ഞ, ദൈവം കർത്താവിനെ ഉയർപ്പിച്ചുവെങ്കിൽ ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ. വായിക്കുക: ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. അല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നോ? ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. വീണ്ടും കൊരിന്ത്യോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: ഞങ്ങൾ ഭക്തനാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ
ഞങ്ങളുടെ കേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുഭവമായ മഹത്വവുമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുക്രിസ്തുവിനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും. പൗലോസ്ലീഹ പറയാണ്, എന്താണ് പറയുന്നത്? ദൈവം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെങ്കിൽ, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചുവെങ്കിൽ യേശുവിനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കുമെന്ന് നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. കൃപകളിൽ സമൃദ്ധമാകുന്നതിന് വേണ്ടി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശു ക്രിസ്തുവിനോടുകൂടി നിങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും നിങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. പൗലോസ്ലീഹ പറയാം, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:10-9 തൊട്ടുള്ള വാക്യത്തിൽ വീണ്ടും പറയാണ് പൗലോസ്ലീഹ ശക്തമായ ഭാഷയിൽ പറയുന്നത്, ദൈവം പിതാവായ ദൈവം പുത്രനായ യേശുവിനെ അല്ലെങ്കിൽ കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതങ്ങളെയും യേശു ക്രിസ്തുവിനോടൊത്ത് ഉയർപ്പിക്കുമെന്നാണ് ഈശോ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് ആരിലാണെന്ന് വെച്ചാൽ മനുഷ്യ ഹൃദയങ്ങളിലാണ്. ഹല്ലേലൂയ. സക്രാരിയിൽ ദിവികാരനും വെക്കുന്നുണ്ട്. ആ ദിവികാരനും ഇറങ്ങി വരുന്നത്, ആ സക്രാരിയിൽ ദിവികാരനെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിൽ കുടികൊള്ളാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ ജഡികരല്ല, നമ്മൾ ജഡികരല്ല, നമ്മൾ ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2:4-5-3-4 പറയാണ്, നിങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമെല്ലാം നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗ്രഹങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തമാണ്. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന പോളികാർപ്പ് വിശുദ്ധൻ സഭാപിതാവ് ശക്തനായ ധീരനായ പിതാവായിരുന്നു. അല്ലേ? സ്മരണയിലെ പിതാവാണ്. യോഹന്നാൻ ശ്ലീഹയുടെ ശിഷ്യനായിരുന്നു. യോഹന്നാൻ ശ്ലീഹയിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ആ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം സ്മിർനയിലെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സ്മിർനയിലെ മെത്രാനായിട്ട് നിയോഗിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ടായി. ഇതായിരുന്നു, പൈശാചികമായ പീഡകൾ കുടുംബങ്ങളെ, വ്യക്തിബന്ധങ്ങളെ തകർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സ്മിർനയിലെ പിതാവായിട്ട് പോളികാർപ്പിനെ നിയമിക്കുന്നത്. ഹല്ലേലൂയ. ശക്തമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് ഈ പോളികാർപ്പ് പരിശ്രമിച്ചു. അങ്ങനെ ശത്രുക്കൾ വലുതായി, സഭ വളർന്നുകൊണ്ടിരുന്നു, സഭ പന്തലിച്ചുകൊണ്ടിരുന്നു, സാത്താൻ്റെ ചെയ്തികൾ നിർവീര്യമായിക്കൊണ്ടിരുന്നു. എവിടെ ശക്തമായിട്ട് വചനം പറയാൻ തുടങ്ങുന്നുണ്ടോ, എവിടെ ശക്തമായിട്ട് സഭ ഉയരുന്നുണ്ടോ, വളരുന്നുണ്ടോ, പരിശ്രമിക്കുന്നുണ്ടോ, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. അങ്ങനെ രാജാവിൻ്റെ സന്നദ്ധിയിലെത്തി. രാജാവ് ഈ പോളികാർപ്പിനെ പിടിക്കാൻ വരുന്നത് അറിഞ്ഞിട്ടും ആ ദേശത്തു നിന്ന് പോയില്ല, അവിടെ തന്നെ ശക്തമായിട്ട് നിന്നു. അത് പിടിക്കാൻ വരുമ്പോൾ അവരോട് നേരിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയാണ്. അവരൊറ്റ കാര്യം പറഞ്ഞു, ക്രിസ്തുവിനെ ഉപേക്ഷിക്കണം, ക്രിസ്തുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞു. ഈ പോളികാർപ്പ് പറഞ്ഞു, 86 വർഷമായിട്ട് ക്രിസ്തുവിൽ നിന്നും അനേകം നന്മകളും അനേക കൃപകളും അനേകം വരങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാൻ കർത്താവിനെ തള്ളിപ്പറയുന്നത്? ഹല്ലേലൂയ. തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനെ എന്തിനാ തള്ളിപ്പറയുന്നു? ഹല്ലേലൂയ. അതിനുശേഷം അവരുമായ സംവാദത്തിൽ അവരോട് പറയുന്ന കാര്യം പത്രോസ്ലീഹ പറയുന്ന പോലെ എന്താ, അവസാന കാലത്ത് എന്തുണ്ടാവും? പീഡകളുണ്ടാവും. ആ പീഡകളെക്കുറിച്ച് അവരോട് പറയാണ്, അഗ്നിയെക്കുറിച്ച് അവരോട് പറയാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ചാൽ അഗ്നിയിലൂടെ
കൊല്ലപ്പെടുമെന്ന് ഈ സൈന്യാധിപന്മാർ പറഞ്ഞു. അപ്പോൾ സ്മരണയിലെ പിതാവ് പറയാണ്, അഗ്നി എന്ന് പറയുന്നത് ദീർഘനാൾ നിൽക്കുന്നതല്ല, അത് കത്തിച്ചാമ്പലാകുന്നതാണ്. ദീർഘനാൾ നിൽക്കുന്നത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവൻ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, യേശു ക്രിസ്തുവാണ്. എന്നെ പറഞ്ഞ് എതിരാളികൾക്ക് തോൽപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ മനുഷ്യനെ ഒരു വലിയ അഗ്നി ഉണ്ടാക്കി അഗ്നിയിലേക്ക് അവനെ വലിച്ചെറിയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ അവിടെ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, ഈ അഗ്നിയിൽ നിന്നും വലിയ സുഗന്ധം പുറപ്പെട്ടു. വലിയ സുഗന്ധം പുറം. ശരീരം കത്താണെങ്കിൽ സുഗന്ധമായിരിക്കില്ല വരുന്നത്, ദുർഗന്ധമായിരിക്കും വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് പ്രത്യേക കവചങ്ങൾ തീർത്ത് ഈ വിശുദ്ധനെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, പ്രത്യേക ഒരു സുഗന്ധം അതിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ രക്ഷപ്പെടാണ്. ഇവനെ അതിൽ നിന്നെടുത്ത് കത്തി കുത്തി ഇറക്കി അങ്ങനെ രക്തസാക്ഷിത്വം ചിന്തിയ വിശുദ്ധനാണ് പോളിക്കാർപ്പ്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടം ഒരു വലിയ പൈശാചികമായ പീഡയുടെ കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ ശക്തി പ്രാപിക്കണം, ദൈവത്തെ നമ്മൾ വിളിക്കണം. അല്ലെങ്കിൽ സഭ ഉണരണം, വൈദികർ ഉണരണം, സന്യസ്തർ ഉണരണം, ദേശത്തെ നിവാസികൾ ഉണരണം. ദേശത്തെ നിവാസികൾ ഉണർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ എന്തുണ്ടാവുന്ന ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. ഇൻസിനോ ജേസസ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരമാണ്: സഭയിലെ വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെ പീഡനങ്ങൾ വധശ്രമങ്ങളും കൂടി വരുന്ന കാലഘട്ടത്തിൽ ദൈവം പറയുന്ന ഒറ്റ കാര്യം ഇതാണ്: ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാൻ വെറുതെ ഇരിക്കില്ല, എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഈശോ പറയുന്നത്, ഞാൻ പള്ളിയിലിരിക്കുന്നത് വെറുതെ ഇരിക്കാൻ വേണ്ടിയല്ല, ഞാൻ അവിടെ ഇരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിനൊറ്റ കാര്യമുള്ളൂ, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. ആ പുരോഹിതൻ പറഞ്ഞ പോലെ, നിൻ്റെ ജോലി എന്താണ്? എൻ്റെ ജോലി ഇതാണ്, പ്രാർത്ഥിച്ച് ദൈവത്തെ ഭൂമിയിലേക്ക് ഇറക്കുക. സ്നേഹമുള്ളവരെ, ഇന്നലെ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചതും ഇന്ന് പ്രാർത്ഥിച്ചതും ഈ ഒരൊറ്റ വിശുദ്ധ കുർബാന ചെല്ലാൻ വേണ്ടിയാണ്. ശുശ്രൂഷയുടെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാറില്ല. കാരണം എന്താ? അച്ഛരുന്ന് പ്രാർത്ഥിച്ച് വരുമ്പോൾ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങും, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ട് കിടന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഓരോ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ ഇടവകയുടെ മേൽ, രൂപതയുടെ മേൽ, എൻ്റെ രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരണം. ഹല്ലേലൂയ. ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കാതെ സുവിശേഷകളുടെ മധ്യസ്ഥയായ വിശുദ്ധയായ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ എവിടെ നിന്നാണ് സുവിശേഷ വേല കണ്ടുപിടിച്ചതെന്നറിയാമോ? എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? തൻ്റെ അപ്പനും അമ്മയും ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഫ്രാൻസ് ലോകത്തിൻ്റെ നിറകയിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ ഫ്രാൻസ് വഴിയായിട്ട് ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെ കണ്ടു വളർന്ന കൊച്ചു ത്രേസ്യ പുണ്യമതി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ലോകത്ത് ഒരിക്കലും ഒരു സ്ഥലത്ത് പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. പ്രസംഗിച്ചിട്ടുണ്ടോ? ഫ്രാൻസ് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കുറ്റവാളി കുമ്പസാരിക്കാതെ കൊല്ലപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, 4 മതിലുകൾക്കുള്ളിൽ അവളിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലോകം മുഴുവനും അവളെ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് അവൾ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ ഫ്രാൻസിനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൊലക്കയറിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം, കുമ്പസാരിക്കണം. ഒരു പുരോഹിതനെ വിളിച്ചു. അവൻ നന്നായിട്ട് കുമ്പസാരിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത് ആരാണെന്ന് വെച്ചാൽ കൊച്ചു ത്രേസ്യ പുണ്യവതിയായിരുന്നു. കാരണം എന്താ? പാപത്തോടു കൂടി നമ്മൾ ഈ ലോകം വിട്ടാൽ എന്തുണ്ടാകും? നിത്യനരകമായിരിക്കും. പാപത്തോടു കൂടി. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഇന്ന് പാപാവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ, പാപത്തിൻ്റെ മേഖലയിലാണ് ജീവിക്കുന്നത്, എൻ്റെ ദേശത്തുള്ള ജനം പാപത്തിൻ്റെ മേഖലയിലാണ് കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന അർപ്പിക്കാതെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബാധ്യതയും കടമയും ആർക്കുണ്ട്? നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരും അത് ബാധ്യതയും കടമയും ചെയ്തില്ലെങ്കിൽ കർത്താവ് നമുക്ക് പ്രതിഫലം നൽകില്ല. അല്ലെങ്കിൽ പുരോഹിതനെ ശവടപ്പിൻ്റെ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ല, മനോഹരമായ ചിന്തയുണ്ട്. പുരോഹിതൻ, നീ ചെയ്ത ഈ ഭൂമിയിൽ ചെയ്ത സൽകൃത്യങ്ങൾക്കെല്ലാം ദൈവം നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലം നൽകട്ടെ എന്ന് പറയണം കർത്താവ്. അല്ലേലിയ. ആദ്യകാലത്ത് പുരോഹിതൻ്റെ ജോലി നമ്മുടെ റേഷൻ കാർഡിലൊക്കെ വരുന്ന എന്താണെന്ന് അറിയാമോ?
ദൈവവിചാരം തൊഴിലാക്കിയ മനുഷ്യനാ പുരോഹിതൻ. ദൈവവിചാരം തൊഴിലാക്കിയ മനുഷ്യൻ. ഇപ്പം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ സ്കൂൾ ടീച്ചർ എന്നൊക്കെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർ എന്നൊക്കെ. ആദ്യകാലത്ത് PC ടെസ്റ്റുകൾക്ക് പോലും വരുന്നത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ജയിലുകളിലൊക്കെയും പാതിരിമാരെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിന്നു. അല്ലെങ്കിൽ പാതിരിമാർ എന്തിനാ? ആത്മീയമായിട്ട് ഈ ജയിലുകളിൽ കഴിയുന്നവരെ ഉണർത്താൻ വേണ്ടി. ഞാൻ ആദ്യമൊക്കെ എഴുതുന്ന സമയത്ത് അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ സ്നേഹമുള്ളവരെ, ദൈവത്തെ ഭൂമിയിലേക്ക് വലിച്ചിറക്കാൻ, പ്രാർത്ഥിച്ചിറക്കാൻ ശക്തരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ദേശവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറയും ഒരിക്കലും നശിക്കില്ല. അത് ദീർഘനാൾ നിൽക്കും. ഹല്ലേലൂയ. ജിയന്ന മുള്ളോ എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. ആ വിശുദ്ധയുടെ ജീവിതത്തിൽ പ്രകാരമാണ്. ആ വിശുദ്ധ വീട്ടിൽ എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബം. ഭക്ഷണത്തിന് മുൻപും ഭക്ഷണത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടോ? സാധാരണ കുടുംബത്തിലുണ്ടാവില്ലേ? മഠത്തിലോ അച്ഛന്മാരൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ഈ ജിയന്നായെ മനസ്സിൽ തട്ടി. അവളങ്ങനെ പ്രാർത്ഥിച്ച് അവൾക്ക് വിശുദ്ധിയാകണമെന്ന് വലിയ തീഷ്ണതയുണ്ടായി. ഹല്ലേലൂയ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് പറയാം, ലോകരാഷ്ട്രങ്ങൾ കൂടുതൽ സുവിശേഷ വേല ചെയ്ത് കീഴ്പ്പെടുത്തിയൊരു വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ തൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടുപിടിച്ചത് എവിടെ നിന്നാ വെച്ചാൽ മാതാപിതാക്കന്മാരിൽ നിന്നായത്. പ്രത്യേകിച്ച് അമ്മയുടെ മരണത്തിന് ശേഷം അപ്പച്ചൻ്റെ ശക്തമായ രാത്രിയുടെ യാമങ്ങളിൽ മുട്ടുകുത്തി നിന്നുള്ള പ്രാർത്ഥന കണ്ടാണ് ആര് പഠിച്ചത്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിച്ചത്. പാവപ്പെട്ടൊരു വീട്ടിൽ കൂലിവേല ചെയ്ത്, കൽക്കരിയിൽ ജോലി ചെയ്ത്, നാടക നിലയത്തിൽ ജോലി ചെയ്ത ഒരു മനുഷ്യൻ പത്രോസിൻ്റെ സിംഹാസനം വരെ ഉയരുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണ്. അത് അസാധ്യമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് എല്ലാത്തിനെയും കീഴ്പ്പെടുത്താൻ പറ്റും. പ്രാർത്ഥിക്കുന്നൊരു മക്കൾ, പ്രാർത്ഥിക്കുന്നൊരു കുടുംബം ഒരിക്കലും ദേശത്ത് അറ്റുപോവില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സഫാനിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയാം. സഫാനിയുടെ പുസ്തകം 1-ാം അധ്യായം 4 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്: കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്നും പിന്തിരിഞ്ഞവരും അവിടുത്തെ അന്വേഷിക്കാത്തവരും അവിടുത്തോട് ആരായത്തവരും ഞാൻ സംഹരിക്കും. അതിന് തൊട്ടുമുമ്പ് 4-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്. സഫാനിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം യൂദയാക്കും ജെറുസലേം നിവാസികൾക്കും എതിരെ എൻ്റെ കരം ഞാൻ നീട്ടും. ബാലിന്റെ ഭക്തന്മാരിൽ അവശേഷിച്ചിരിക്കുന്നവരെയും വിഗ്രഹാരാധകരായ പുരോഹിതന്മാരുടെ നാമത്തെയും ഈ സ്ഥലത്ത് നിന്ന് ഞാൻ വിച്ഛേദിക്കും. പുരമുകളിൽ ആകാശ സൈന്യത്തെ വണങ്ങുന്നവരെയും എന്ത് സാധന പുരമുകളിൽ ആകാശത്തെ സൈന്യത്തെ വണങ്ങുന്ന. അപ്പൊ നമുക്കറിയാം മോളിൽ കിടപ്പുള്ള ഹെലികോപ്റ്ററിലൂടെയും പട്ടാളക്കാർ പോകുന്നതായിരിക്കും. ഹല്ലേലൂയ. യോഗമാർഗം സഞ്ചരിക്കുന്ന ഉണ്ടല്ലോ, നേവിക്കാരുണ്ടാവും. ഹല്ലേലൂയ. നിയമാവതരണ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം കിടപ്പുണ്ട്. നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ആകാശത്തെ കാരണം എന്താ? ആകാശം നോക്കുമ്പോൾ വലുതാണ്, മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറത്താണ്. ചന്ദ്രനെ നോക്കുമ്പോഴോ അത് മനോഹാരിതയുള്ളതാണ്. സൂര്യനെ നോക്കുമ്പോഴോ അവൻ പ്രകാശം തരുന്നു. അതുകൊണ്ട് ആദ്യ ജനത്തെ തെറ്റ് എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തെ തേടാതെ, ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ അന്വേഷിക്കാതിരിക്കുന്നവരെയും, രണ്ടാമത് പറയാണ് ദൈവത്തെ ആരായത്തവരെയും ദൈവത്തെ അന്വേഷിക്കാത്തവരെയും ഞാൻ എന്ത് ചെയ്യും? ഞാൻ സംഹരിക്കും. കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവർ ഇതാരായിരിക്കും? ക്രിസ്ത്യാനികളായിരിക്കും. അല്ലേരിയ. രണ്ടാമത്തെ തന്നെ അവിടുത്തെ അന്വേഷിക്കാത്തവർ,
മാമോദീസ സ്വീകരിച്ച് ഇപ്പോൾ പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഹല്ലേലൂയ. ഒരു കുടുംബം ഇവിടെ വന്നു, വലിയ പ്രശ്നങ്ങളായിട്ടാണ്. ആ കുടുംബം ഒരു പ്രത്യേക ഏരിയയിൽ പോയാണ് ജീവിച്ചത്. അവർ ആദ്യത്തെ കൊച്ചങ്ങൾ ജനിച്ചപ്പോൾ 10-15-20 വർഷം പള്ളിയിൽ പോയിട്ടില്ല. പള്ളി ഒരിക്കലും ഒരു ഈസ്റ്ററോ ക്രിസ്മസോ ഓശാനിയോ അല്ലെങ്കിൽ ദുഃഖവെള്ളിയോ പെസകോ ആചരിച്ചിട്ടില്ല. വേദപാഠം കൊടുത്തിട്ടില്ല. വേദപാഠത്തിന് പിള്ളേരെ പറഞ്ഞയച്ചിട്ടില്ല. അല്ലെങ്കിൽ പിള്ളേർ വളർന്നു വന്നു, പിള്ളേർ പഠിച്ചു. പിള്ളേർ യേശുവിനെക്കുറിച്ച് ഇങ്ങനെ എവിടെ നിന്നൊക്കെയാണ് പഠിച്ചു. മെജ്ജുകോരി സന്ദേശമൊക്കെയും പഠിച്ചു. മെജ്ജുകോരി സന്ദേശം 2 ദിവസം ഉപവാസം എടുക്കണം. എന്നൊക്കെയാണ്? ബുധൻ വെള്ളി. ഇവർ കൊച്ചു ബുധനും വെള്ളിയും ഉപവാസം എടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ കൊച്ചു പഠിച്ചു വന്നു. അവൾ MA MEd അങ്ങനെ ഉയർന്ന ഡിഗ്രിക്കും പാസ്സായി അവൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊച്ചിനോട് അമ്മ പറഞ്ഞു, നിനക്കൊരു കല്യാണം ആലോചിക്കാം. കല്യാണക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പം കല്യാണം വേണ്ട, എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് മതി കല്യാണം. അല്ലെങ്കിൽ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പനും അമ്മയ്ക്കും വലിയ വിശ്വാസമാണ്. കാരണം എന്താ? വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും ഫാസ്റ്റിംഗ് എടുക്കുന്നു, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നു, കുർബാനയ്ക്ക് ഞായറാഴ്ച പള്ളികളിൽ പോകുന്നു, അല്ലെങ്കിൽ വെള്ളി ശനിയൊക്കെയും പള്ളി പോകുന്നു. തൊട്ടടുത്ത് പള്ളിയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന അവ മോള് പറഞ്ഞു, ശരി എന്നാൽ നിൻ്റെ കാര്യം നീ നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വിട്ടു. ഒരു ദിവസം അവൾ പോയപ്പോൾ ആരോടും ഒന്നും പോകാണെന്ന് ടാറ്റ പറഞ്ഞില്ല. പോയി അവൾ സ്കൂളിൽ പോകുന്നത് പോലെ പോയിട്ട് അവൾ അങ്ങ് അവിടെ തമിഴ്നാട്ടിൽ ചെന്ന് അവിടെ ഒരു സ്ഥലത്ത് വെച്ച് അവിടെ ഒരു പയ്യനായിട്ട് അവർ സ്നേഹത്തിലായിരുന്നു. അവർ പോയി രജിസ്റ്റർ വിവാഹം നടത്തിയിട്ട് ഇവൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നത് പറഞ്ഞു, എൻ്റെ അപ്പനോട് വിളിച്ച് പറയണം എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. എങ്ങനെയാണ് പറഞ്ഞാൽ? പോലീസുകാർ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ്റെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. മക്കളാരാ? മോനും മരുമോനെ കണ്ടോ? അപ്പൻ കണ്ടോ? മകളുടെ കല്യാണം കഴിഞ്ഞു, ഇനി അപ്പൻ മകളെ അന്വേഷിക്കണ്ട. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇട്ടുപോയ ഡ്രസ്സ് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ശരീരം ആരുടെയാ? ക്രിസ്തുവിൻ്റെ അല്ലാതായിപ്പോയി. ആണോ? ക്രിസ്തുവിൻ്റെ ആണോ? അല്ല. 10-15-20 കൊല്ലം കൊച്ചിന് കൊടുക്കേണ്ട വചനം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. കൊടുത്താൽ നമ്മൾ ഈ കൃഷിയിടത്തിൽ കൊടുക്കേണ്ട വളമൊന്നും കൊടുക്കാതെ അവസാനം കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. എന്താണ്ടാവും? നമ്മൾ ഈ വാഴക്കൊലയ്ക്കും അതിൻ്റെ കുടപ്പന് ഒടിച്ചിട്ട് 2 യൂറിയ വെക്കുന്ന പതിവുണ്ട്. ഈ കൃഷിയിടത്തിൽ ചെയ്ത യൂറിയ വെച്ച എന്താ ഗുണം എന്ന് അറിയുമോ? തിണർത്തങ്ങ് വരും. നല്ലതാണെന്ന് വിചാരിക്കും. ഉള്ളു പൊള്ളയാ. കൊച്ചു പോയ അന്നാണ് ഇവിടുന്ന് ഈ കൗൺസിലിങ്ങിന് വേണ്ടി ആദ്യം വന്നപ്പോൾ കാണാൻ പറ്റാതെ വിളിക്കുക. അന്നാണ് കൊച്ചു പോയത്. ചേട്ടൻ ഇപ്പോൾ പള്ളിയിൽ സ്ഥിരം പോവാ. ഇപ്പം എന്താ കുഴപ്പം? ഇപ്പം പോയ ഇനിയുണ്ട് 3 എണ്ണം. സ്നേഹമുള്ളവരെ, നമ്മൾ എന്ത് കൊടുക്കുന്നു അതാ കിട്ടുന്നത്. മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അത് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ കൊടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും? എല്ലാം നശിക്കും. അല്ലെങ്കിൽ അസീസിയിലെ വിശുദ്ധ ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു മേയറുണ്ട്, വിശുദ്ധനായ മേയർ. ആ മേയർ എല്ലാ ദിവസവും 1 മണിക്കൂർ പ്രാർത്ഥിക്കും. എന്തിനാണെന്ന് വെച്ചാൽ മേയർ സ്ഥാനത്ത് ചെയ്യുമ്പോൾ ആ പ്രവൃത്തികളിൽ ദൈവം ഇടപെടാൻ വേണ്ടിയാണ്. അതെങ്ങനെ പഠിച്ചു എന്ന് വെച്ചാൽ, അത് തൻ്റെ മാതാപിതാക്കന്മാർ എല്ലാ ദിവസവും 1 മണിക്കൂർ പ്രാർത്ഥിക്കും. അപ്പനും അവിടുത്തെ ഒരു മേയറാണ്. ഈ ശാലോമിൽ ഈ അടുത്ത മാസത്തെ മാസികയിൽ കിടപ്പുണ്ട്. ഇതിൽ പ്രകാരം പറയാം, അവൻ പ്രാർത്ഥിച്ച് അവൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ പയ്യനെ പരിശുദ്ധ അമ്മയുടെ ഗബ്രിയേലാക്കി മാറ്റി. അവനെങ്ങനെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ അവനെ സഹായിച്ചത് ആരാണെന്നാൽ ദിവ്യകാരുണ്യം. അല്ലേലിയ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാകേണ്ടത് ആരാണെന്ന് വെച്ചാൽ മാതാപിതാക്കന്മാരാണ്. മക്കളോട് പറഞ്ഞ് പള്ളിയിൽ പോടാന്ന് പറയാം, വേദപാഠത്തിന് പോകാമെന്നല്ല പറയേണ്ടത്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കാമെന്നല്ല പറയണം. ആദ്യം ബൈബിൾ വായിച്ച് അപ്പം കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അമ്മ കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവമുണ്ട്. ഇവിടെ
ഒരു ടീച്ചർ ഇവിടെ വന്നു. ആ ടീച്ചർ വന്നിട്ട് അപ്പോൾ ആ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും കൊച്ചുകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചുകുട്ടിക്ക് ഒരു 1-ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുന്നത്, 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലാണ് കൊച്ചുകുട്ടി. അതിന് കുറേ അപകടങ്ങൾ വന്നു. അപ്പോൾ ആ ടീച്ചർ പ്രകാരം പറയാണ്, കൊച്ചുകുട്ടി ചേട്ടനെ ഇരിക്കാതെ പറഞ്ഞു, ചേട്ടൻ അങ്ങനെ പള്ളിയിലൊന്നും പോകുന്നതല്ല. ഈ ആണുങ്ങൾക്കൊരു കാര്യമുണ്ട്, ഇടിവെട്ട് വന്നാലും പള്ളി പോവില്ല. ഇടിവാൾ മിണ്ണിയാലും ന്യൂട്ടൻ പറഞ്ഞ പോലെ ഇടിയും മഴയ്ക്കും ശേഷം ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവും. ആ കൊച്ച് അമ്മയോട് പറയാണ്, ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് വേറൊരു ആൺകൊച്ചനെ കാണിച്ച്, ഇതെൻ്റെ ബോയ് ഫ്രണ്ട് അമ്മയെന്ന്. ചങ്കിടിക്കോ ചങ്കിടിക്കോ ടീച്ചർ നെഞ്ചൂരിക്ക് ഫാദർ. കാരണം എന്താ, ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുക, അപ്പോൾ 4-5 വയസ്സുള്ളൂ, പിന്നെ ബോയ് ഫ്രണ്ടാണ് അല്ലേ. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ടീച്ചർ. പക്ഷേ ചേട്ടൻ അങ്ങനെയൊന്നും വലിയ പ്രാർത്ഥനയൊന്നും ഇല്ല. വലിയ പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ജീവിത പങ്കാളി അവന് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹവ്വായെ രക്ഷിക്കാൻ ആദത്തിന് പറ്റില്ലായിരുന്നു? പറ്റിയേനെ. എന്ത് ചെയ്തു? ഹവ്വ പറഞ്ഞതുപോലെ ആദവും ചെയ്തു. രണ്ടാളും പോക്കടിയായിരുന്നു. ഹവ്വ പറഞ്ഞത് കേൾക്കാതെ ആദം പറയാ ഇത് തെറ്റാണെന്ന് തിരിച്ച് പറഞ്ഞിട്ടുണ്ടായെങ്കിൽ എന്തുണ്ടായാണ്, ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിച്ചതാണ് ആദ്യ മാതാപിതാക്കന്മാരുടെ ശാപം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഈ കാലഘട്ടത്തിലെ ദുശീലെന്ന് പറയുന്നത് ഇതാണ്. ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയാണ് മനുഷ്യൻ പരിശ്രമിക്കുന്നത്, ദൈവത്തെ പോലെ ആകാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മളിവിടെ നേരിട്ട് ആരെയും കാണാറില്ല. ഇപ്പോൾ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ പെട്ടെന്നൊന്ന് കാണണം എന്ന് പറഞ്ഞു. പെട്ടെന്ന്, അല്ലെങ്കിൽ ഇപ്പം മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഒരു മരിക്കാൻ പോകുന്ന ആളെ കണ്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഇത് എനിക്കറിയും. ഇനി ആ ചേച്ചി എന്തെങ്കിലും എഴുതി വയ്ക്കുകയാണ്, അച്ഛനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞത് ചേച്ചി കാണാമെന്ന് പറഞ്ഞു. ആ ചേച്ചി വന്നു. ആ ചേച്ചി ഒരു കസേര നിറച്ച് റെക്കോർഡുകളാണ് വെച്ചിരിക്കുന്നത്. സ്കാൻ റിപ്പോർട്ട്, MRI, CT സ്കാൻ, എക്സ്റേ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുക. ഞാൻ ഏതായാലും ഒരു സാധനം തൊടാൻ പോയില്ല. അല്ലേലിയ. തൊട്ടാലും എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ അറിയില്ല. ഒരു 4-5 കാര്യങ്ങളും ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, അച്ഛാ ഇനിയുള്ള കാര്യങ്ങളെല്ലാം ശുശ്രൂഷ കൂടിയിട്ട് പറഞ്ഞാൽ മതി. കാരണം താങ്ങാൻ പറ്റില്ല. എല്ലാവർക്കും അച്ഛന്മാരെ നേരിട്ട് കണ്ടാൽ മതി. കൗൺസിലിങ്ങിന് ഓടി നടക്കുക, മെസ്സേജിന് ഓടി നടക്കുക. മെസ്സേജല്ല, കൗൺസിലിംഗ് അല്ല വലുത്, ദൈവമാണ് വലുത്. ഇവിടെ ആദ്യം ഒരു ചൊവ്വാഴ്ച ദിവസം 40-50 ആൾ വരും. ഒരു വെള്ളിയാഴ്ച ദിവസം 70 ആളോടത്തോളം വരും. അങ്ങനെ ശുശ്രൂഷ തുടങ്ങി. ഇവിടെ ഒരു ചൊവ്വ വെള്ളി ഒരു ശുശ്രൂഷ നടത്താറില്ലായിരുന്നു. അല്ലേ? അപ്പോൾ അവരെ കണ്ട് വിടുകയാണ്. അപ്പോൾ പോയവരെന്താ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ഇങ്ങനെ കൗൺസിലിങ്. അപ്പോൾ 3-4 ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും. വചനം പറയാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ വചനം അവരെ സ്പർശിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആ ചേച്ചി എങ്ങനെയായാലും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴോ അങ്ങോട്ട് അല്ല 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. അതേപോലെ തന്നെ സാധനങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. സാധനങ്ങൾ കസേരയിൽ വെച്ചു. അപ്പോൾ സിസ്റ്ററിനെ കണ്ടു, ഞാൻ കണ്ടു. ഇങ്ങനെ വന്ന് കാര്യങ്ങളെല്ലാം അങ്ങനെ ചോദിച്ചു എന്നിട്ട് ഒരു കാര്യവും നമ്മൾ പറയുന്നത് നല്ല ഭക്തരാണ്, നല്ല വിശുദ്ധരാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, നന്നായിട്ട് ചെയ്യുന്നതാണ്, ദേവാലയത്തിൽ പോകുന്നവരാണ്, സ്തോത്ര കാഴ്ച ഇടുന്നവരാണ്, പിരിവ് കൊടുക്കുന്നവരാണ്, ഉൽപ്പന്ന പിരിവ് കൊടുക്കുന്ന എല്ലാം കൊടുക്കുന്നതാണ്. അവസാനം ഞാൻ നോക്കി ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചു. ഒരു കാര്യം ചോദിച്ച വഴി എല്ലാം ശാന്തമായി. ഒരു കാര്യം ചോദിച്ചു. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിനോട് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചോദിച്ചു. ഭർത്താവ് അത് ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. എല്ലാം പോയി. കാരണം എന്താ? സാത്താൻ ഇടപെട്ടു, വിശ്വാസികരെ കുടുംബത്തെ നശിപ്പിച്ചു. അതുകൊണ്ടാണ് സ്പിർണയിലെ വിശുദ്ധ പോളികാർപ്പ് അവരുടെ ശക്തമായിട്ട് രീതിയിൽ പറഞ്ഞത്, ഈ കാലഘട്ടം പിശാചിൻ്റെ ഭരണം നടക്കുന്ന കാലഘട്ടമാണെന്ന് പറഞ്ഞെങ്കിൽ ഈ കാലഘട്ടവും ഏറ്റവും കൂടുതൽ പിശാച് നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
അതുകൊണ്ട് ക്രിസ്ത്യാനി തിരിച്ചറിയേണ്ടത് അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, ശരീരം ദൈവത്തിന് വേണ്ടിയുള്ളതാ. ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം ഉയർപ്പിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നണേ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 16-ന്റെ മുമ്പാണ് പറയണത്. ശരീരം ഇപ്രകാരം പറഞ്ഞ, ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന വാസസ്ഥലമാണ് പരിശുദ്ധാത്മാവിൻ്റെ. ശരീരം എൻ്റേതല്ല. ആണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ, അവനെന്ത് ഈശോയുടെ മുൾക്കിരിയുടെ ശരീരത്തിൽ കുത്തിയിട്ട് വന്നിരിക്കുക. കുത്താനുള്ളതാണോ? ചാപ്പ് കുത്താനുള്ളതാണോ ശരീരം? നമ്മൾ കളിക്കാരെ കാണുന്നുണ്ട് പന്ത് കളിയിലൊക്കെയും, അവരുടെ മേല് മുഴുവനും അവർ ജെയ്സി ഊരുന്ന എന്തിനാണെന്ന് കാണാൻ വേണ്ടിയാണ്. ചാപ്പ കുത്താണ്. തൃശ്ശൂരിൽ നിന്ന് ഒരു പയ്യൻ ഇവിടെ വന്നു, അവൻ ബാങ്ക് ടെസ്റ്റുകൾ എഴുതാൻ എല്ലാം തൂക്കുന്നു. ഞാൻ അവസാനം ചോദിച്ചു, നിൻ്റെ ശരീരത്തിൽ എവിടെയുണ്ട്? അവൻ പറഞ്ഞു, പുറത്തൊരു ചാപ്പ് കുത്തിയിട്ടുണ്ട്. അച്ഛാ കുരിശ കുത്തിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പോയി ചെയ്യാൻ പറഞ്ഞു. അവൻ 1,00,000 കണ്ട് കൊടുത്താണ് കുത്തിയത്. 50,000 രൂപ കൊടുത്ത് മാച്ചു കഴിഞ്ഞപ്പോൾ അവൻ ബാങ്ക് ടെസ്റ്റ് എഴുതി, ടെസ്റ്റിൽ പാസ്സായി, ജോലി കിട്ടി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ് നമ്മുടെ ശരീരം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ടോക്ക് കേട്ടിട്ടുണ്ടാവും. അടുത്തൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുണ്ടാവും, അതോടൊപ്പം തന്നെ ആത്മഹത്യകളും പെരുകും. കഴിഞ്ഞ ദിവസം 1-2 ചേച്ചിമാർ വന്ന് പറയാം, പിള്ളേരെ അടുത്ത് പഠിപ്പിക്കാൻ വിട്ടുവെച്ചാൽ ഇന്ന് 20,000 രൂപ ഒരു മാസം പലിശ കൊടുക്കണം. 20,000 രൂപ മാസം പലിശ കൊടുക്കണം. കഴിഞ്ഞ ദിവസം എനിക്ക് ഗുഡ് ന്യൂസിൽ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഞാൻ കേട്ടിരുന്നു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു നാശത്തിൻ്റെ കാലഘട്ടത്തിൽ അതും ക്രിസ്ത്യാനി കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ജോലി പഠിക്കാൻ വേണ്ടി ലോണെടുത്ത് പറയുന്നു. ഇപ്പോൾ പുതിയ രീതിയാണെന്ന് പറഞ്ഞാൽ ഒരു ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്താൽ പൈസ കിട്ടും. അങ്ങനെ കേട്ടോ? അങ്ങനെയുള്ള കുടുംബം ഇവിടെ വന്നു, ആധാർ കാർഡ് വെച്ച് എടുത്തെടുത്ത് 5 ലോൺ എടുത്തു. 5 ലോൺ എടുത്തിട്ട് 6ാമത്തെ എടുക്കാൻ ചെന്നപ്പോൾ ഇനി കിട്ടില്ല എന്ന് പറഞ്ഞു. 6ാമത്തെ എടുത്താലാണ് ഇതിൻ്റെ എല്ലാം പലിശ അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നും എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പലിശ അടച്ചടച്ച് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബാങ്കുകാർ ചെയ്യുന്ന ഒരു കാരണമാണ്, ആധാർ കാർഡ് കൊടുത്താൽ നമ്മൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടെന്ന് വെച്ചാൽ ആധാർ കാർഡ് കൊണ്ടുപോയിട്ട് ബാങ്കിൽ അവർ കുത്തിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ലോൺ എടുത്തു എന്ന് അറിയാൻ പറ്റും, തിരിച്ചറിയും. ആ ചേച്ചി പറയും, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണച്ചാ. ഒരു പാപശ്രീയാ. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവം ഇടപെടണം. ഹല്ലേലൂയ. ചേച്ചി പറഞ്ഞു, ഉറക്കം വരുന്നില്ല ഫാദർ, വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ബാങ്കുകാർക്കെല്ലാം എന്താ വേണ്ടത്? നമ്മൾ നന്നാക്കലാണ്. എൻ്റെ ഇതിൽ വരുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് തരാം, ആ കാർഡ് തരാം, ഈ കാർഡ് തരാം. അവർക്ക് ബിസിനസ്സാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഒരു ചേച്ചിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അച്ഛ ഇപ്രകാരം പ്രാർത്ഥിക്കണം, എല്ലാ മാസവും പലിശ അടച്ചു പോകാനുള്ള കൃപ ലഭിക്കുക. പലിശ അടച്ചു പോകാനുള്ള കാരണം പിള്ളേർക്ക് 20,000 രൂപ പലിശ മാത്രം അടയ്ക്കണം. അച്ഛാ എൻ്റെ വീട്ടിൽ 20,000 രൂപ ഒന്നില്ല. ഇവിടെ സ്ഥിരം പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു കുടുംബത്തിൽ അമ്മച്ചിയെ പറഞ്ഞത്. വേറൊരു ചെറിയ പറഞ്ഞ 5 ലോൺ എടുത്തു, 6ാമത്തെ ലോൺ എടുക്കാൻ ചെന്നപ്പോൾ ആധാർ കാർഡ് വെച്ചിട്ട് ഇനി ലോൺ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത്, അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പം ഇങ്ങനെയാണ് അച്ഛന്മാർ പഠിക്കുന്നത്? ഇവരുടെ ചോദിച്ചു ഒരു ലോൺ എടുത്തു, അതിൻ്റെ ഇങ്ങനെ അടച്ചടച്ച്, അപ്പോൾ അത് തീരാതെ വന്നപ്പോൾ അടുത്ത ലോൺ എടുത്തു, അതെടുത്ത് ഇത് അടയ്ക്കുകയും കുറച്ച് കഴിക്കുകയും ചെയ്തു. അങ്ങനെ 5 എടുത്തു. 4 സെൻറ്റ് ഉണ്ട്. എന്തുണ്ടാവും? കുടുംബം ഒന്നിച്ച്, ചേട്ടൻ പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാം. കാരണം എന്താ? പിടിച്ചു നിൽക്കാൻ. ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചേച്ചി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു സ്ഥലത്ത് ജോലി കിട്ടി. കുടുംബം ഉപേക്ഷിച്ച് ആ കടബാധ്യതയിൽ പലിശ അടയ്ക്കാൻ വേണ്ടി ജോലിക്ക് പോയി. ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് മേഖലയ്ക്ക് പോയാലും അത് തകർച്ചയായിരിക്കും. ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് എന്ത് മേഖലയ്ക്ക് പോയാലും അത് നാശമായിരിക്കും. അതുകൊണ്ടാണ് പറയണത്, സെഫാനിയുടെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുക, ഞാൻ എന്നെ അറിഞ്ഞിട്ടും അത് ആരായാത്തവരെയും എന്നെ അന്വേഷിക്കാത്തവരെയും എന്നെ അറിഞ്ഞിട്ട് അത് ഉപേക്ഷിച്ച് പോയവരെയും ഞാൻ നശിപ്പിക്കും. എഴുന്നേറ്റ് നിൽക്കാം. ഈശോ പറയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയിൽ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. എനിക്ക് ഏറ്റവും എളുപ്പം ഈ വചനങ്ങൾ പറഞ്ഞാൽ ആരാണ് കേൾക്കുന്നതെന്ന് അറിയാമോ? ആരാണ്?
അക്രൈസ്തവർ കഴിഞ്ഞ ഒരു ബുധനാഴ്ച ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് ഇവിടെ കംപ്ലൈൻറ്റ് മൈക്ക് കേടായിപ്പോയി. അവർ ടീച്ചർ ഇവിടെ വിട്ടതാ പിള്ളേരെ, 2-3 പിള്ളേരെ. അപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കൊച്ചിന് പഠിക്കുന്നതൊന്നും മനസ്സിലാവില്ല. വേറെ ആരോ വന്ന് ചെവിയിലിങ്ങനെ പറയും ഇന്നത് എഴുതി. മോഡൽ പരീക്ഷയ്ക്ക് എഴുതി എല്ലാം തോറ്റു. ഒരു അക്രൈസ്തവ കുടുംബത്തിലെ ഒരു ചേച്ചിയാണ്. ഞാനിവിടെ ഇത് കഴിഞ്ഞ ദിവസം കൊച്ചിനെ കൊണ്ടുവന്നു. കൊച്ചു പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം 10ാം ക്ലാസ് ആയതുകൊണ്ട് എളുപ്പമല്ലല്ലോ, മോഡൽ പരീക്ഷ എന്തോ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനീതിയുണ്ട്. കാരണം എന്താ, ചേച്ചി അനീതിയൊക്കെ കൂടിയായിരിക്കും ഇത് കാണുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? ആണ് അല്ലേ ലിയ? അല്ലെങ്കിൽ അനീതിനെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അനീതി പോയിട്ട് അമ്മയോട് അപ്പനോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ എന്താ, എല്ലാവരും ഒന്നിച്ചായിരിക്കും തെറ്റ്. ഈ കൊച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അമ്മ അങ്ങനെയൊന്നുമില്ല. ഇവള് പറഞ്ഞു, ഓ അമ്മേ ഇത് ഞാനും കൂടി കണ്ടവിടെ, അവിടെ കണ്ടാകെ മാറി. അപ്പോൾ എന്താ, ഈ സാധനം കണ്ടു വരുമ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതെല്ലാം തെറ്റുകയാണ് പഠിച്ചത്. അപ്പോൾ ആ ചേച്ചി പറയാം, അടുത്ത ദിവസം ഞാൻ കൊണ്ടുവരാച്ചാൽ ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എൻ്റെ കുടുംബം തകരും. 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാലോ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് വെച്ചാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. സാത്താൻ ഒരു വിധത്തിലല്ലെങ്കിൽ പല വിധത്തിൽ ഇന്ന് കുടുംബത്തെ എല്ലാവരും കണ്ണുകളടയ്ക്കുക, നിങ്ങളുടെ മക്കളെ സമർപ്പിക്കുക. ഏറ്റവും നിങ്ങൾ കർത്താവേ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. നിങ്ങൾ പല വഴിയിലേക്കും നോക്കിയിട്ടുണ്ടാവും, പല രീതിയിലേക്കും ചിന്തിയിട്ടുണ്ടാവും. നിങ്ങൾ ശ്രമിക്കേണ്ടത്, ഈശോയെ എന്നെ നീ വിശുദ്ധനാക്കി മാറ്റണമേ. എൻ്റെ എല്ലാ മേഖലകളും സമർപ്പിക്കുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെല്ലാം യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിൻ്റെ ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ നിന്ന് മോചിപ്പിച്ചു. കഴിഞ്ഞകാല ജീവിതത്തിൽ നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് നീ അനുദപിക്കുക, കുമ്പസാരിച്ചേറ്റ് പറയുക, ഉപവാസം എടുത്ത് നോമ്പെടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. നിൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വാസമുറയ്ക്കും. ഏത് മേഖല നീ ചെയ്തിട്ടുണ്ടെങ്കിലും നീ മാറിയാൽ നിൻ്റെ കുടുംബം മാറും. നീ മാറിയാൽ നിൻ്റെ തലമുറയിൽ മാറ്റങ്ങൾ സംഭവിക്കും. കണ്ണുകളടച്ച് നമ്മൾ പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടാവും, പല വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പല മധ്യസ്ഥ പ്രാർത്ഥനകളും നമ്മൾ ചെയ്യുന്നുണ്ടാവും, പല രീതികൾ ചെയ്യുന്നുണ്ടാവും. നീ ഒന്ന് പരിശ്രമിക്കുക. കർത്താവേ, അങ്ങയുടെ വിശുദ്ധി കൊണ്ടും അങ്ങയുടെ പരിശുദ്ധി കൊണ്ടും നിറയ്ക്കണമേ. അങ്ങയുടെ വിശുദ്ധി കൊണ്ടും അങ്ങയുടെ പരിശുദ്ധി കൊണ്ടും നിറയ്ക്കണമേ. കർത്താവ് ശബ്ദം ചെയ്യുന്നത് എപ്രകാരമാണ്? ഞാൻ എൻ്റെ പരിശുദ്ധി കൊണ്ട് പറയുന്നു, നീ രക്ഷ പ്രാപിക്കും. പരിശുദ്ധി കൊണ്ട് ദാവീദിനോട് പറഞ്ഞു, എൻ്റെ പരിശുദ്ധി കൊണ്ട് ഞാൻ നിന്നോട് സത്യം ചെയ്യുന്നു, നിന്റെ തലമുറയിൽ നിന്നൊരു മകൻ എപ്പോഴും ഈ ലോകത്തെ ഭരിക്കുമെന്ന് പറഞ്ഞു. നീ ഉടമ്പടി ലംഘിച്ചാൽ മാത്രമേ നിന്റെ കുടുംബം തകരുകയുള്ളൂ. നീ ഉടമ്പടി പാലിക്കാതിരുന്നാൽ മാത്രമേ നിന്റെ കുടുംബം നാശം സംഭവിക്കുകയുള്ളൂ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തുക. ദാവീദിനോട് കർത്താവിന് വലിയ സ്നേഹമുണ്ടായിരുന്നുവെന്ന് തിരുവചനം പറയുകയാണ്. 89-ാം സങ്കീർത്തനത്തിൽ 34-35 തിരുവചന ദാവീദിനോട് പറഞ്ഞു, ഞാനിതാ ശബ്ദം ചെയ്യുന്നു, നിന്റെ തലമുറ ഈ ഭൂമിയിൽ നിന്നും ഒരിക്കലും വിച്ഛേദിക്കപ്പെടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് ഒന്ന് കർത്താവിനെ വിളിക്കട്ടെ, കണ്ണുകളടച്ച് ഒന്ന് ദൈവത്തെ വിളിക്കട്ടെ. നീ ഒന്ന് പ്രാർത്ഥിക്ക്, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നീ ഒന്ന് കർത്താവിനെ വിളിക്ക്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല, ഞാൻ എന്നേക്കുമായി എൻ്റെ പരിശുദ്ധി കൊണ്ട് ശപഥം ചെയ്തു. ദാവീദിനോട് ഞാൻ വ്യാജം പറയില്ല, അവന്റെ വംശം ശാശ്വതമായും അവന്റെ സിംഹാസനം സൂര്യനുള്ളിടത്തോളം കാലം എന്റെ മുമ്പിൽ നിലനിൽക്കും. അത് ചന്ദ്രനെ പോലെ എന്നേക്കും നിലനിൽക്കും. ആകാശമുള്ളിടത്തോളം കാലം അത് അചഞ്ചലമായിരിക്കും. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് എല്ലാവരും കണ്ണുകളടയ്ക്കുക. കണ്ണുകളടയ്ക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവദൂതന്മാരെ കാണുവാൻ പറ്റും, ദൈവത്തെ കാണുവാൻ പറ്റും, മാലാക വൃന്ദത്തെ കാണുവാൻ പറ്റും. അനവരതൻ മാലാക വൃന്ദത്തോടെ ചേർന്ന് നീ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നീ ചെയ്തത് നീ അനുദപിച്ച് ഉപസാരിക്കുമ്പോൾ ദൈവം സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ഇറങ്ങി വരും. ദൈവത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ പ്രകടമാകും.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ പ്രകടമാകും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മക്കളിൽ പ്രകടമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ എടുത്തെന്ന് സ്തുതിക്കട്ടെ. കണ്ണുകൾ അടച്ച് മനസ്സ് തുറന്നെന്ന് സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാവരും കരങ്ങൾ എടുത്തട്ടെ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. എത്രമാത്രം ഉയർത്താൻ പറ്റുന്നോ അത്രമാത്രം ഉയർത്തട്ടെ. നിങ്ങളുടെ കരങ്ങൾ എത്രമാത്രം ഉയരുന്നുണ്ടോ, കർത്താവിന്റെ സന്നിധിയിൽ എത്രമാത്രം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടോ, അതിന്റെ കൃപകൾ, അതിന്റെ അഭിഷേകം, അതിന്റെ ശക്തി നിങ്ങളിൽ നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എന്നെ സ്വർഗത്തിലേക്ക് കർത്താവ് നോക്കി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ ശുശ്രൂഷകനാക്കി മാറ്റണമേ, ഒരു അപ്പസ്തോലനാക്കി മാറ്റണമേ. ദൈവത്തെ പ്രാർത്ഥിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ശിഷ്യനാക്കി എന്നെ മാറ്റണമേ കർത്താവേ. ഒരു ശുശ്രൂഷകനാക്കി മാറ്റണമേ കർത്താവേ. തീപന്തമാകുന്ന ദൂതന്മാരാക്കി മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. റുബറക വരക അലവിനക വലക 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 സന്തല ബലക 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 വലക 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 ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ഭാഷാവരമുള്ളവർ മാലാഖമാരുടെ ഭാഷാവരത്തിൽ ദൈവത്തെ അനുവരത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.